പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. മാതാപിതാക്കളും സോദരർ ബന്ധുക്കൾ ആരുവെടിഞ്ഞിടിലും അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. കഷ്ടങ്ങളേറുമ്പോൾ ആവശ്യങ്ങൾ ഏറിലും സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 7-ാം സങ്കീർത്തനം 1-ാം വാക്യം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. സങ്കീർത്തനക്കാരനായ ദാവീദ് പരിഭ്രമത്തോടെ പറയുന്ന ഒരു പ്രാർത്ഥന വാക്യമാണിത്. ദാവീദ് യഹോവയ്ക്ക് പാടിയ ഒരു വിഭ്രമഗീതത്തിൻ്റെ ആദ്യ വാക്യമാണിത്. ഭയവിഹ്വലതയോടെ, ഭയാധിക്യത്തോടെ, ഭയാക്രാന്തനായി, പരിഭ്രമ വിവശനായി ദാവീദ് പാടുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. അനേകം കാര്യങ്ങൾ, അനേകം വ്യക്തികൾ, അനേകം ചിന്താഗതികൾ, അനേകം പാപങ്ങൾ, അനേകം ശാപങ്ങൾ, അനേകം ദുഃഖവിഷയങ്ങൾ, അനേകം ദുരിതങ്ങൾ ദാവീദിനെ വേട്ടയാടുകയാണ്. ദൈവപുരുഷനായ ദാവീദിൻ്റെ ഹൃദയം കലങ്ങിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മധുരഗായകനായ, ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദിൻ്റെ ഹൃദയം വിഭ്രമ വിവശമായിരിക്കുകയാണ്, പരിഭ്രാന്തമായിരിക്കുകയാണ്. ഭയാധിക്യത്തോടെ ദാവീദ് പറയുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. അനേകരെന്നെ വേട്ടയാടുന്നു, അനേകരൻ എൻ്റെ പിന്നാലെ പാഞ്ഞു വരുന്നു. എന്നെ നശിപ്പിക്കുവാൻ,
എന്നെ ഈ ഭൂമിയിൽ തുടച്ചു കളയുവാൻ, എൻ്റെ പേര് നിശേഷം തീർത്തു കളയുവാൻ, എന്നെ നാമാവശേഷമാക്കുവാൻ അനേകരെൻ്റെ പിന്നാലെ പാഞ്ഞു വരുന്നു. ദൈവമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉയർന്നു വരുന്നു. എൻ്റെ ജീവിതത്തിൽ ദുർഘടങ്ങൾ തീർത്തുയരുന്നു. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുന്നു. എൻ്റെ ജീവിതം കോളിളക്കത്തിൽപ്പെട്ട് ഉലയുന്നു. എൻ്റെ ജീവിത പടക് ആടി ഉലഞ്ഞ് വാടി തകരുന്നു. നാഥ, നീ എന്നെ രക്ഷിക്കണമേ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. എന്നെ വേട്ടയാടുന്നവർ എൻ്റെ പിന്നാലെ പാഞ്ഞു വരുന്നു. വേട്ട നായ്ക്കൾ ഒരു കൊച്ചു മുയലിൻ്റെ പിന്നാലെ ഓടി ഓടി ചെന്ന് ആ മുയലിനെ കടിച്ചു കീറുന്നത് പോലെ എന്നെ കടിച്ചു കീറുവാൻ, എന്നെ നശിപ്പിക്കുവാൻ വേട്ട നായ്ക്കളെ പോലെ അനേകമനേകം ശത്രുക്കൾ എൻ്റെ പിന്നാലെ പാഞ്ഞു വരുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. വേട്ടയാടുന്ന എല്ലാവരും ഇപ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളെ വേട്ടയാടുന്നത് എന്തെല്ലാമാണ്? നിങ്ങളെ പിടികൂടാൻ നിങ്ങളുടെ പിന്നാലെ പാഞ്ഞു വരുന്നത് എന്തെല്ലാമാണ്? ചില ഭയങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നില്ലേ? ചില ആശങ്കകൾ നിങ്ങളെ വേട്ടയാടുന്നില്ലേ? ഉത്കണ്ഠാകുലമായ ചില ചിന്തകൾ നിങ്ങളെ വേട്ടയാടുന്നില്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ പരിഭ്രമം നിങ്ങളെ വേട്ടയാടുന്നില്ലേ? കടത്തിൻ്റെ ബാധ്യതകളും ഞെരുക്കങ്ങളും നിങ്ങളെ വേട്ടയാടുന്നില്ലേ? രോഗത്തിൻ്റെ ഭീതികളും സംശയങ്ങളും ആശങ്കകളും നിങ്ങളെ വേട്ടയാടുന്നില്ലേ? നാളെയെക്കുറിച്ചുള്ള ആകുലങ്ങളും ആവലാധികളും നിങ്ങളെ വേട്ടയാടുന്നില്ലേ? മക്കളെക്കുറിച്ചുള്ള ദുഃഖങ്ങളും മക്കളെക്കുറിച്ചുള്ളതായ ഭാരങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ വേട്ടയാടുന്നില്ലേ? നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ചില തകരാറുകൾ നിങ്ങളെ വേട്ടയാടുന്നില്ലേ? നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ചില ഉലച്ചിലുകൾ നിങ്ങളെ വേട്ടയാടുന്നില്ലേ? എന്നെ വേട്ടയാടുന്ന എല്ലാവരും, സഹോദരങ്ങളെ, ദാവീദ് ഭയാക്രാന്തനായി, ഭയവിഹ്വലനായി ദാവീദ് കേഴുകയാണ്, ദാവീദ് കരയുകയാണ്, ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദിനെ വേട്ടയാടിയത് അനേകമനേകം പാപങ്ങളാണ്. ദാവീദിനെ വേട്ടയാടിയത് അനേകമനേകം ശാപങ്ങളാണ്. സ്വന്തം വീട്ടിൽ ദാവീദിൻ്റെ മക്കൾ തമ്മിൽ പോര്, സ്വന്തം വീട്ടിൽ, സ്വന്തം ഭവനത്തിൽ, സ്വന്തം കൊട്ടാരത്തിൽ ദാവീദിൻ്റെ മക്കൾ തമ്മിൽ യുദ്ധം. ഒരു മകൻ ഇതാ മറ്റൊരു മകനെ തല്ലിക്കൊല്ലുന്നു. ദാവീദിൻ്റെ വീട്ടിൽ നടന്നതാണ്. ദാവീദിൻ്റെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ വ്യഭിചാരം. ദാവീദിൻ്റെ ഒരു മകൻ ദാവീദിൻ്റെ ഒരു മകളെ ബലാത്സംഗം ചെയ്യുന്നു. വേട്ടയാടുകയാണ്. പാപം വേട്ടയാടുകയാണ്. ശാപം വേട്ടയാടുകയാണ്. ദുഃഖം വേട്ടയാടുകയാണ്. ഭയം വേട്ടയാടുകയാണ്. ദാവീദ് ഭയവിഹുലനായിരിക്കുകയാണ്. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ഇപ്പോൾ സ്നേഹിതരെ, എനിക്ക് നിങ്ങളോട് ഊന്നിപ്പറയാനുള്ളത്, പാപം വേട്ടയാടുന്നെങ്കിലും നിങ്ങളെ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കുവാൻ നിങ്ങളുടെ പിന്നാലെ പാഞ്ഞു വരുന്ന ദൈവസ്നേഹം നിങ്ങളെ വേട്ടയാടുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുവെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം തരുവാൻ ക്രൂസിലെ സ്നേഹം ഇപ്പോൾ നിങ്ങളെ വേട്ടയാടുകയാണ്. നിങ്ങൾ ഓടി ഓടി മാറുന്നുണ്ട്. നിങ്ങൾ ഓടി ഓടി ക്രൂസിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറി ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലോ ഗോകുൽത്തായിലെ നിത്യസ്നേഹം, കാൽവറി ക്രൂസിലെ അദമ്യ സ്നേഹം നിങ്ങളെ ഇപ്പോൾ വേട്ടയാടുകയാണ്. നിങ്ങളുടെ പിന്നാലെ പാഞ്ഞു വരികയാണ്. നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും, മകനെ, നീ ഭയപ്പെട്ടിരിക്കേണ്ട, പാപം നിന്നെ അലട്ടുന്നുണ്ട്, ഭാരങ്ങൾ നിന്നെ വാട്ടിക്കളയുന്നുണ്ട്, നിന്റെ ജീവിതത്തിലെ ശാപങ്ങൾ നിന്നെ വരട്ടിക്കളയുന്നുണ്ട്, നിന്റെ ജീവിതം വിരസമായി പോകുന്നുണ്ട്, ഉറക്കമില്ലാത്ത രാവുകൾ, നിതാന്ത നിശബ്ദത പൂണ്ട ഈ നിശബ്ദമായി കേഴുന്ന നിന്റെ നനവുകൾ, നിന്റെ സമയങ്ങൾ, നിന്റെ നിമിഷങ്ങൾ, നിന്റെ ജീവിതത്തിലെ പകലും രാവും, മകനെ, എന്നാൽ നിന്നെ പിടികൂടി എൻ്റെ വശത്താക്കി എൻ്റെ കൂടാരത്തിൻ്റെ മറവിൽ നിന്നെ ഒളിപ്പിക്കുവാൻ ഞാനിതാ അതിൻ്റെ പിന്നാലെ പാഞ്ഞു വരികയാണ്. ദൈവ പൈതലേ,
നിനക്കൊരു മറവിടം തരുവാൻ, നിനക്കൊരു ഒളിവിടം തരുവാൻ, നിനക്കൊരു സങ്കേതം തരുവാൻ, നിനക്കൊരു അഭയം തരുവാൻ ഞാനിതാ നിന്റെ പിന്നാലെ വരികയാണ്. നിന്നെ സ്നേഹിച്ച് നിന്നെ വിടുവിക്കുവാൻ, നിനക്ക് ഒരു സങ്കേതവും അഭയവുമായി നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ പോറ്റുവാൻ, നിന്നെ പുലർത്തുവാൻ, നിന്നെ പരിപാലിക്കുവാൻ, നിന്നെ കാക്കുവാൻ, നിന്നെ സംരക്ഷിക്കാൻ ഞാനിതാ നിന്നെ പേർ ചൊല്ലി വിളിക്കുകയാണ്. എത്ര കാലമായി മകനെ നീ എന്നെ വിട്ട് ഓടുന്നു? എത്ര കാലമായി നീ പിടിതരാതെ വിട്ട് ഓടുന്നു? നീ പാപത്തിന്റെ മറയിൽ ഒളിക്കുന്നു. ദൈവ പൈതലേ, നീ എന്നെ വിട്ട് ഓടിയപ്പോഴും ഞാൻ നിന്റെ പിന്നാലെ വരികയായിരുന്നു. നീ എന്നെ ഒളിക്കാൻ ശ്രമിച്ചപ്പോഴും ഞാൻ നിന്നെ തേടി വരികയായിരുന്നു. നീ എന്നിൽ നകന്നകന്ന് മാറിയപ്പോഴും ഞാൻ നിന്റെ അരികിലേക്ക് ബന്ധപ്പെട്ട് വരികയായിരുന്നു. എൻ്റെ സ്നേഹം മകനെ നീ തിരിച്ചറിയുക. ക്രിസ്തു നമ്മോട് ഇപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ വേട്ടയാടുന്നു. വളരെ മനോഹരമായ ഒരു എബ്രായ ഗീതമുണ്ട്. നിങ്ങൾ കേട്ട് കാണും, നിങ്ങൾ പാടിക്കാണും, നിങ്ങൾ ചിലർക്ക് നാവിൽ പാഠമായിരിക്കും. ഞാൻ ആ ഗീതം ഒന്ന് പാടാം. ദൈവസ്നേഹം മനുഷ്യനെ ആകർഷിക്കുന്നു, മനുഷ്യനെ വശീകരിക്കുന്നു. ക്രൂസിലെ തിരുമുറിവുകൾ മനുഷ്യനെ മാടി വിളിക്കുന്നു. തിരുമുറിവുകളിൽ നിന്ന് വാർന്നൊഴിയ തിരുരക്തത്തിന്റെ സുഗന്ധം, പരിശുദ്ധാത്മാവിന്റെ സുഗന്ധം, മൂറോന്റെ നറുമണം മനുഷ്യനെ ആകർഷിച്ച് വശീകരിച്ച് തൻ്റെതാക്കി മാറ്റുവാൻ ക്രിസ്തു സ്നേഹത്തോടെ മനുഷ്യന്റെ പിന്നാലെ വരുന്നു. പിതാക്കന്മാർ പാടിയതാണ്. എബ്രായ ഗീതങ്ങളിൽ അത്യന്തം കാവ്യോചിതമായ സൗന്ദര്യം കലരുന്ന സുന്ദരമായ ഒരു ഗാനശീലാണ്. ഇങ്ങനെയാണ് പാടുന്നത്. നിൻമുറിവുകളിൽ നിന്നേറ്റേൻ മൂറോൻ മണമെന്നാഥ, നിന്നധരങ്ങളഹോ പാട്ടിൻ നൂലോടൊത്തുള്ളു കാൺമാൻ വന്നു എന്നെ പടർ ചൂറ്റി ഗോകുൽ തായി അവരെ വിട്ടോടി നിന്മാർവു തുറന്നും രക്തം വാർന്നും കണ്ടേൻ ഞാൻ കുരിശാലടിയാരെ കാക്കും നാഥൻ നായി സ്തോത്രം ഹല്ലേലൂയ. അട്ടഹസിക്കുന്നേ. ഭക്തൻ പാടുകയാണ്. ഭക്തൻ തിരിച്ചറിയുകയാണ് തന്നെ വേട്ടയാടുന്ന ക്രൂസിന്റെ സ്നേഹത്തെ, പാപത്തിൽ നിന്ന് ഒളിവിടം തരുന്ന ക്രൂസിന്റെ സ്നേഹത്തെ, പാവിയെ വീണ്ടെടുക്കുന്ന ക്രൂസിലെ സ്നേഹത്തെ, അശുദ്ധനെ വിശുദ്ധനാക്കാൻ വെമ്പി വിതുമ്പി നിൽക്കുന്ന ക്രൂസിലെ സ്നേഹത്തെ ഭക്തൻ തിരിച്ചറിയുകയാണ്. കർത്താവേ, നിന്റെ തിരുമുറിവുകളിൽ നിന്ന്, നിന്റെ കൈകളിലും കാലുകളിലും നിന്റെ വിലാവിലുമുള്ള പഞ്ചമുറിവുകളിൽ നിന്ന് ഒഴിയ തിരുരക്തത്തിൽ കൂടെ എനിക്ക് ലഭിച്ചത് മൂറോന്റെ നറുമണമാണ്, പരിശുദ്ധാത്മാവിന്റെ സുരഭില സുഗന്ധമാണ്. കർത്താവേ, നിന്റെ മുറിവുകളിൽ നിന്ന് എൻ്റെ മേൽ മൂറോന്റെ നറുമണമേറ്റു. ഞാൻ ഓർത്തു, ഇതെവിടെ നിന്നാണ് ഈ വരുന്നത് ഈ സുഗന്ധം? നിൻ മുറിവുകളിൽ നിന്ന് ഏറ്റേൻ മൂറോൻ നറുമണമെൻ നാഥ. നിന്റെ അധരങ്ങളിൽ നിന്ന് വാർന്നൊഴുകുന്ന വാക്കുകളിൽ, നിന്റെ തിരുവചനങ്ങളിൽ എനിക്ക് ലഭിച്ചത് മൂറോന്റെ നറുമണമാണ്. ആ തിരുമുറിവുകളുടെ സുഗന്ധമാണ് എനിക്ക് നിന്റെ തിരുവചനം കേട്ടപ്പോൾ ലഭിച്ചത്. തിരുവചനം നല്ലതാണ്, തിരുവചനം കേൾക്കുന്നത് മധുരമാണ്, തിരുവചനം ധ്യാനിക്കുന്നത് ആനന്ദദായകമാണ്. ഞാൻ നിന്റെ തിരുവചനം കേട്ടപ്പോൾ എനിക്ക് ലഭിച്ചത് നിന്റെ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ തിരുരക്തത്തിന്റെ സുഗന്ധമാണ്, മൂറോന്റെ നറുമണമാണ്. അതിൻ്റെ ഉറവിടം തേടി ഞാൻ ഓടി. എവിടെയാണ് ഈ സുഗന്ധം കിട്ടുക? എവിടെ ചെന്നാണ് ഈ സുഗന്ധത്തെ നേരിട്ട് അനുഭവിക്കാൻ കഴിയുക? ഞാൻ അതോർത്ത് ആ സുഗന്ധത്തിന്റെ ഉറവിടം തേടി ഓടി. ഞാൻ ഓടിയപ്പോൾ ചില ഭടന്മാർ എന്നെ തടഞ്ഞു. എന്തോ ഒരു വിഡ്ഢിയാണ് നീ എന്തൊരു മണ്ടനാണ്, ഇങ്ങനെ മൂറോന്റെ നറുമണം എന്നൊക്കെ പറഞ്ഞ് ഓടേണ്ടവനാണോ നീ ഇത്രയും വിദ്യാഭ്യാസമുള്ളവനല്ലേ, നീ ഇത്രയും കാര്യവിവരമുള്ളവനല്ലേ, അല്പസ്വല്പം ബോധവും ബുദ്ധിയുമെല്ലാം ഉള്ളവനല്ലേ, ഇങ്ങനെ മൂറോന്റെ നറുമണമുണ്ട് എന്ന് പറഞ്ഞ് 12,000 വർഷം മുമ്പ് യേശുക്രിസ്തുവിന്റെ തിരുമുറികളിൽ നിന്ന് മൂറോന്റെ സുഗന്ധമാണ്, പരിശുദ്ധാത്മാവിന്റെ സുരഭില സുഗന്ധമാണ് എന്ന് പറഞ്ഞ് ഓടേണ്ടവനാണോ നീ? അങ്ങനെ ഒരു പരിമളമൊന്നുമില്ല മോനെ, നീ അടങ്ങി നിൽക്ക്, തടഞ്ഞു ഭടന്മാർ. പക്ഷേ എന്നെ ആ മൂറോന്റെ നറുമണം വശീകരിച്ചു. ആ മൂറോന്റെ സുഗന്ധം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു, എന്നെ നായാടിക്കൊണ്ടിരുന്നു,
എന്നെ വശീകരിച്ചു കൊണ്ടിരുന്നു, എന്നെ അത്യന്തം ആകർഷിച്ചു കൊണ്ടിരുന്നു. എന്നെ തടഞ്ഞ ആ പടയാളികളെ വിട്ടിട്ട് ഞാൻ ഓടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എത്തിച്ചേർന്നത് ഗോകുൽത്തായിലാണ്. അവിടെയാണ് മൂറോന്റെ നറുമണത്തിന്റെ ഉറവിടം. അവിടെ ഞാൻ ചെന്നു. ഗോകുൽത്തായിക്ക് അവരെ വിട്ട് ഓടി അവിടെ ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. നിന്മാറു തുറന്നും നിൻ രക്തം വാർന്നും കണ്ടേൻ ഞാൻ. കർത്താവേ, നിന്റെ തിരുവിലാവ് തുറന്നും നിന്റെ തിരുരക്തം വാർന്നും നീ കുരിശിന്മേൽ പിടയുന്ന ആ അത്യന്തം ദാരുണമായ കാഴ്ചയാണ് ഞാൻ കണ്ടത്. നിന്മാറു തുറന്നും നിൻ രക്തം വാർന്നും കണ്ടേൻ ഞാൻ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നാഥ, നിന്റെ തിരുമുറിവുകൾ എനിക്ക് വേണ്ടിയാണ് നീ ഏറ്റത്. നിന്റെ തിരുരക്തം വാർന്നത് എനിക്ക് വേണ്ടിയാണ്. കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം ഹല്ലേലൂയ എന്ന് ഞാൻ നിർത്താതെ അട്ടഹസിക്കാൻ തുടങ്ങി. കർത്താവേ, നിന്റെ സ്നേഹം എത്ര നല്ലത്! ഈ സ്നേഹം എന്നെ വശീകരിച്ചു, വേട്ടയാടി. എൻ്റെ പിന്നാലെ ഈ സ്നേഹം വേട്ടയാടി വന്നു. എന്നെ മയക്കി നിന്നൽ സൗന്ദര്യങ്ങൾ നിൻ സ്തുതി ദൈവസുത പാടാൻ സ്വരമിവ ഇല്ലോന്നും പിതൃവലമായി നീ കണ്ടേന്മേലിൽ കള്ളന്മാർ ഇടയിലുമാഴത്തിൽ നിൻ ശയ്യ മരിച്ചോ മധ്യേ സ്വർഗം നിൻ പീഠം ഇറയർമേലും നരർ കീഴും നാഥൻ നായി സ്തോത്രം ഹല്ലേലൂയ അട്ടഹസിക്കുന്നു. അതിമനോഹരമാണ് പ്രിയരെ ആ എബ്രായ ഗീതത്തിൻ്റെ അർത്ഥം, ആ സുറിയാനി സംഗീതത്തിൻ്റെ അർത്ഥം. എത്ര ഹൃദ്യമാണ് വാസ്തവത്തിൽ. നമ്മെ വേട്ടയാടുന്ന ക്രൂശിലെ സ്നേഹം. എന്നെ മയക്കി നിൻ നൽ സൗന്ദര്യ ആശ്ചര്യങ്ങൾ, നിന്റെ ആ സൗന്ദര്യം എന്നെ വശീകരിച്ചു. എൻ്റെ കർത്താവേ, പാപത്തിൽ ഞാൻ മുഴുകിക്കഴിഞ്ഞപ്പോൾ നിന്റെ ക്രൂശിലെ സ്നേഹത്തിൻ്റെ സൗരഭ്യം എന്നെ വശീകരിച്ചു. കർത്താവെ, ആ പരിമളം എന്നെ തഴുകി തലോടി എന്നെ മാടി മാടി അടുപ്പിച്ചു. എന്നെ മയക്കി നിന്നൽ സൗന്ദര്യ ആശ്ചര്യങ്ങൾ, ആശ്ചര്യകരമായ നിന്റെ സൗന്ദര്യം എന്നെ മയക്കി. നിൻ സ്തുതി പാടാൻ നാഥ ഈയുള്ളവന് സ്വരമില്ലല്ലോ. നിന്നെ സ്തുതിക്കാൻ എനിക്ക് കഴിവില്ലല്ലോ. നിന്നെ സ്തുതിക്കാൻ എനിക്ക് സ്വരമില്ലല്ലോ. നിന്നെ വാഴ്ത്തിപ്പാടാൻ എനിക്ക് വാക്കുകളില്ലല്ലോ. നിന്നെ ആഘോഷത്തോടെ ഹല്ലേലൂയ എന്ന് വാഴ്ത്തി വാഴ്ത്തി സ്തുതിപ്പാൻ എനിക്ക് ശബ്ദമില്ലല്ലോ. നിൻ സ്തുതി പാടാൻ നാഥ ഈയുള്ളവന് സ്വരമില്ലല്ലോ. എന്നെ മയക്കി നിന്നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ നിൻ സ്തുതി ദൈവസുത പാടാൻ സ്വരമിവനില്ലോന്നും. എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കട്ടെ. എന്നെ വശീകരിച്ച ഈ സ്നേഹത്തെ ഞാനൊന്ന് വാഴ്ത്തട്ടെ. എന്നെ വേട്ടയാടി പിടികൂടിയ ഈ സ്നേഹത്തെ, ഓടി ഓടി മാറിയ, എൻ്റെ പിന്നാലെ വിടാതെ കൂടി, എൻ്റെ പിന്നാലെ വിടാതെ ഓടി വന്ന് എന്നെ പിടികൂടിയ ഈ സ്വർഗീയ സ്നേഹത്തെ ഞാനൊന്ന് വാഴ്ത്തട്ടെ. ഞാൻ ഈ സ്നേഹത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഈറയർ മേലുള്ള ഈറയർ നിന്നെ സ്തുതിക്കുന്നു. കീഴേ കരുണയുള്ള കർത്താവേ, താഴെ പാവപ്പെട്ടവര്, അവിടെ നാഥ ഈറയർ മേലും ദാ നരർ ഭൂമിയിലെ മനുഷ്യർ കീഴും നാഥനായി സ്തോത്രം ഹല്ലേലൂയ എന്ന് അട്ടഹസിക്കുന്നു. അവരോട് ചേർന്ന് മേൽപ്പെട്ട ഉയരങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ താഴെ ഈ ഭൂമിയിൽ ബലഹീനനും പാപിയുമായ ഞാനും നിന്നെ ഒന്ന് സ്തുതിച്ചു കൊള്ളട്ടെ. നിന്നെ സ്തുതിക്കുന്നതിൽ നിന്ന് മൗനമായിരിക്കാനും നിന്നെ പുകഴ്ത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനും എനിക്കിടയാകരുതേ. ക്രൂസിലെ സ്നേഹം നമ്മെ വേട്ടയാടുന്നു. സ്നേഹിതരെ, നിങ്ങൾ ശാന്തമായിട്ടൊന്ന് ചിന്തിക്കുമോ? ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ആ ക്രൂസിലെ സ്നേഹം നിങ്ങളുടെ ഹൃദയവാതിൽക്കൽ വന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഓടി മാറിയിട്ടുണ്ട്, നിങ്ങൾ വിട്ടുമാറിയിട്ടുണ്ട്, നിങ്ങൾ പാപത്തിൻ്റെ പിറകെ പോയിട്ടുണ്ട്, പാപത്തിൻ്റെ പിന്നിൽ ഒളിച്ചിട്ടുണ്ട്, നിങ്ങൾ രഹസ്യമായ ഗൂഢമായ ചില പാപങ്ങളിൽ മുഴുകിപ്പോയിട്ടുണ്ട്, നിങ്ങൾ ആരും അറിയാതെ ചില തിന്മകളിൽ നിങ്ങൾ ഒളിച്ചിരിക്കാൻ നോക്കിയിട്ടുണ്ട്.
പ്രിയപ്പെട്ടവരെ, സക്കായി മരത്തിന്റെ മുകളിൽ കയറി കൊമ്പുകളുടെയും ഇലച്ചിലുകളുടെയും മറവിൽ മറഞ്ഞിരുന്നു. എങ്കിലും യേശു സക്കായിയെ കണ്ടു. യേശു അവിടെ വന്ന് മരത്തിൻ കീഴിൽ വന്ന് മേലോട്ട് നോക്കി. യേശു സക്കായിയെ കണ്ടു. സക്കായി ധരിച്ചത് എനിക്ക് താഴെ പോകുന്നവരെ കാണാം, പക്ഷെ എന്നെ ആർക്കും കാണാൻ വയ്യെന്നാണ്. എന്നാലോ നിത്യനായ ദൈവപുത്രൻ സക്കായിയെ കണ്ടു. സക്കായിയോട് പറഞ്ഞു, സക്കായിയെ, വേഗമിറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ദൈവവൈതലേ, ഇപ്പോൾ നീ വാക്കുകളെ കേൾക്കുമ്പോൾ ദൈവസ്നേഹം നിന്നെ മാടി മാടി വിളിച്ചുകൊണ്ട്, നിന്നെ വേട്ടയാടി പിടിച്ചുകൊണ്ട് അവനിതാ നിന്നെ പേർ ചൊല്ലി വിളിക്കുകയാണ്. മകനെ, നീ ഒളിഞ്ഞിരിക്കുന്ന ഒളിവിടം ഞാൻ കാണുന്നുണ്ട്. നീ മറഞ്ഞിരിക്കുന്ന ഇലച്ചിലുകളുടെ ഒളിവിടത്തിൽ നീ ഒളിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. മകളെ, നീ ഇരിക്കുന്നിടത്ത് ഞാൻ നിന്നെ അറിയുന്നുണ്ട്. നിന്റെ അവസ്ഥ എനിക്കറിയാം, നിന്റെ നിരാശ എനിക്കറിയാം, നിന്റെ ദുഃഖവിഷയം എനിക്കറിയാം, നിന്റെ ആകുലം എനിക്കറിയാം, നിന്റെ ആവലാതി എനിക്കറിയാം, നിന്റെ ആവശ്യഭാരങ്ങൾ നിന്നെ വരട്ടി വലയ്ക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളത് എന്ത് എന്ന്, ഏറ്റവും നല്ലത് എന്ത് എന്ന് അറിഞ്ഞ് അത് തരുവാൻ ഞാൻ തയ്യാറാണ്. ഒന്നേ വേണ്ടു മകനെ, നീ എന്നെ ഒന്ന് കാണുവീൻ, എന്റെ സ്നേഹം ഒന്ന് കാണുവീൻ. നീ ഒളിച്ചിരിക്കുന്നിടത്തുനിന്ന് ഇറങ്ങി വരുവീൻ. സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ദൈവസ്നേഹം മാടി വിളിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫ്രാൻസിസ് തോംസൺ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച്? ഫ്രാൻസിസ് തോംസൺ വളരെ വിശ്വതനായി തീർന്നു. യുവാവായിരുന്നു. ഈ യുവാവ് നല്ല പാരമ്പര്യമുള്ളൊരു കുടുംബത്തിലാണ് ജനിച്ചത്. നല്ല ഐശ്വര്യമുള്ള മാതാപിതാക്കളുടെ മകനായിട്ടാണ് ജനിച്ചത്. നല്ല ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അവൻ ആഗ്രഹിച്ചു, എനിക്കൊരു വൈദികനാകണമെന്ന്, ഒരു പട്ടക്കാരനാകണമെന്ന്, എനിക്ക് ദൈവ ശുശ്രൂഷകനാകണമെന്ന്, ദൈവത്തിൻ്റെ വേലക്കാരനാകണമെന്ന്. ഇംഗ്ലണ്ടിലെ അനുഗ്രഹീതനായ ഒരു വൈദികനാകാൻ ഫ്രാൻസിസ് തോംസൺ ആഗ്രഹിച്ചു. അതുകൊണ്ടൊരു സെമിനാരിയിൽ ചേർന്നു. സെമിനാരിയിൽ ചേർന്ന് വൈദിക വിദ്യാഭ്യാസത്തിന് വേണ്ടി കുറേ നാൾ പഠിച്ചു. പക്ഷെ എന്തുകൊണ്ടോ അത് തുടരാൻ കഴിഞ്ഞില്ല. വൈദിക വിദ്യാഭ്യാസം എനിക്ക് ചേർന്നതല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അവിടം വിട്ടു. ദൈവീകമായ കാര്യങ്ങളാണ് സെമിനാരിയിൽ പഠിച്ചത്. ആത്മീയമായ വിഷയങ്ങളാണ് ആ ബൈബിൾ കോളേജിൽ പഠിച്ചത്. നല്ല 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 ആശയങ്ങൾ അവിടെ കിട്ടി. പക്ഷേ ജീവിതത്തിൽ ഈ യൗവന പ്രായത്തിൻ്റെ ചില ചാബല്യങ്ങൾ, പാപത്തിൻ്റെ ചില വശീകരണങ്ങൾ, തിന്മയുടെ ചില പ്രലോഭനങ്ങൾ അവ വന്നപ്പോൾ എനിക്ക് വയ്യ ഈ വൈദിക വിദ്യാഭ്യാസം, ഒരു വൈദികനായിരിക്കുകയും അതേസമയം പാപത്തിൽ രസിക്കുകയും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ആത്മാർത്ഥതയോടെ വൈദിക വിദ്യാഭ്യാസം വിട്ടു. ഒരു പട്ടക്കാരനാകാനുള്ള ആഗ്രഹം വിട്ടു. അദ്ദേഹം പോന്നിട്ടോ അദ്ദേഹം ഒരു വൈദ്യ വിദ്യാഭ്യാസത്തിൽ ചേർന്നു. ഒരു ഡോക്ടറാകാൻ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചേർന്നു. മെഡിക്കൽ കോളേജിൽ കുറെ കാലം ജീവിച്ചപ്പോൾ അവിടെയും തുടരാൻ പറ്റിയില്ല. കാരണം ജീവിതം തകരുകയാണ്, ജീവിതം വഴിമുട്ടി പോവുകയാണ്. ഒന്നിലും ഒരു രസമില്ല, ഒന്നിലൊരു ശുഷ്കാന്തിയില്ല. പാപം ജീവിതത്തിൽ ഇരച്ചു കയറുന്നു. യൗവനത്തിന്റെ തള്ളിച്ചയില്, യൗവനത്തിന്റെ പുളപ്പിലും മതിപ്പിലും പാപത്തിന്റെ ഭീകരമായ ആക്രമണത്തിൽപ്പെട്ട് ആ യുവാവ് തകരുകയായിരുന്നു. വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ, വലുതാത്തതായ ദുശ്ശീലങ്ങൾ. അവൻ അവിടെ നിന്നും പോന്നു. ആദ്യം വൈദ്യ വിദ്യാഭ്യാസം, പിന്നെ വൈദ്യ വിദ്യാഭ്യാസം, രണ്ടും വിട്ടു. പിന്നെ അവൻ ഒരു കൊള്ളരുതാത്തവനെ പോലെ ലണ്ടൻ തെരുവിലൂടെ അലയാൻ തുടങ്ങി. വളരെ മോശമായ ജീവിതം, മദ്യമേ ശരണം. മാത്രമല്ല, നല്ല ആഠ്യത്വമുള്ള തറവാട്ടിൽ പിറന്ന ആ യുവാവ് മദ്യം മാത്രമല്ല, വേറെ ചില കൊള്ളരുതാത്ത ബന്ധങ്ങളും അരുതാത്തതായ ചില ശീലങ്ങളും എല്ലാമായി അവൻ്റെ ജീവിതം തകരാൻ തുടങ്ങി. ചുരുക്കി പറയട്ടെ, നടന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, ചരിത്ര സംഭവങ്ങളാണ്. ഈ ഫ്രാൻസിസ് തോംസൺ എന്ന് പറയുന്ന യുവാവ് അവൻ കഞ്ചാവ് ഉപയോഗിച്ചു തുടങ്ങി, മയക്കുമരുന്ന് ഉപയോഗിച്ചു തുടങ്ങി. അവർ സുബോധമില്ലാത്തവനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെയോ ഒരു യാചകനെ പോലെയോ എല്ലാം അലഞ്ഞു നടന്നു തുടങ്ങി. മദ്യം കിട്ടാൻ, കഞ്ചാവ് കിട്ടാൻ, അതിന് പണം എങ്ങനെയും സമാഹരിക്കണം. അവൻ ഏറ്റവും ഹീന ജീവിതം നയിക്കാൻ തുടങ്ങി. അവൻ പലപ്പോഴും റോഡരികിൽ കിടന്നുറങ്ങും, പീഡിക തിണ്ണകളിൽ ഉറങ്ങിക്കിടക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ അപ്പോഴെല്ലാം ചില കടലാസ് കഷ്ണം കിട്ടുന്നിടത്തെല്ലാം എന്തോ കുറിച്ചു വയ്ക്കും. എന്താണ് കുറിക്കുന്നത്? അത് നല്ല കാവ്യമാധുരിയുള്ള സാഹിത്യമാണ്. എന്തോ അവനങ്ങനെ സിദ്ധിയുണ്ട്. നല്ല കാവ്യമാധുരി തിങ്ങിയ സാഹിത്യം, അതാണ് അവൻ കുറിച്ചു വയ്ക്കുന്നത്. വിൽഫ്രഡ് മെയ്നൽ എന്ന് പറയുന്ന ഒരു പുസ്തക പ്രസാധകൻ ഈ കടലാസ് കഷ്ണങ്ങൾ കണ്ടു. അദ്ദേഹം കണ്ടു, ഇത് ഏതോ ഒരു പ്രതിഭാശാലിയായ ഒരാൾക്ക് എങ്ങനെ എഴുതാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. വിൽഫ്രഡ് മെയ്നൽ ഈ ആൾ ആരാണ് എന്നറിയാനായി ബന്ധപ്പെട്ട് ആ ലണ്ടൻ തെരുവിലൂടെ അലഞ്ഞു നടന്നു. വിൽഫ്രഡ് മെയ്നൽ അവസാനം ഫ്രാൻസിസ് തോമസിനെ കണ്ടുകിട്ടി. ഒരു കടയുടെ തിണ്ണയിൽ അങ്ങനെ കിടക്കുന്ന ഈ ഫ്രാൻസിസ് തോമസിനെ കണ്ടു. ഫ്രാൻസിസ് തോമസിനെ വിളിച്ച് അവനോട് പറഞ്ഞു, വരൂ,
പോയി വീട്ടിൽ ചെന്ന് ആഹാരം കഴിക്കാം. വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഈ പുസ്തകപ്രസാദനായ വിൽഫ്രഡ് മെയ്നൽ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഭാര്യയും ഈ വിൽഫ്രഡ് മെയ്നലും രണ്ടുപേരും ഭക്തിയുള്ളവരാണ്, ക്രിസ്തു ഭക്തരാണ്. അവര് ഈ ചെറുപ്പക്കാരൻ ആഹാരം കൊടുത്തു, അവനെ അവിടെ താമസിപ്പിച്ചു, അവന് യേശുവിൻ്റെ സ്നേഹം പറഞ്ഞു കൊടുത്തു, അവൻ യേശുവിൻ്റെ സ്നേഹം പരിചയിച്ചു. അവന് യേശുവിലേക്ക് അവനെ നയിക്കുന്നതിന് ഈ രണ്ട് ദൈവമക്കൾ ഭാര്യയും ഭർത്താവും ഉത്സാഹിച്ചു. എന്തോ ഒരു ഭാഗ്യം! ഫ്രാൻസിസ് തോംസൺ മാനസാന്തരപ്പെട്ടു. ഫ്രാൻസിസ് തോംസൺ ദൈവത്തെ കണ്ടെത്തി. ഫ്രാൻസിസ് തോംസന്റെ ജീവിതമാകെ മാറി. ക്രിസ്തുവിനെ സ്വീകരിച്ചു. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ സ്നേഹം ലണ്ടൻ തെരുവിലൂടെ അലഞ്ഞലഞ്ഞ് നടന്നെന്നെ വേട്ടയാടി പിടിച്ചു എന്ന് അർത്ഥം വരുന്ന രീതിയിൽ ഒരു കവിത എഴുതി. വിശ്വോത്തരമായ ഒരു കാവ്യം. ആ കാവ്യത്തിന്റെ പേര് കേൾക്കണമോ? ദ ഹൗണ്ട് ഓഫ് ഹെവൻ. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രസിദ്ധമായ ഒരു കവിത, ദ ഹൗണ്ട് ഓഫ് ഹെവൻ. അത് എഴുതിയത് ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന സ്വർഗത്തിന്റെ വേട്ടനായ എന്ന് അർത്ഥം വരുന്ന ആ കൃതി രചിച്ചതിന്റെ പിന്നിൽ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ വേട്ടയാടി പിടിച്ചു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, ഹൗണ്ട് ഓഫ് ഹെവൻ നിങ്ങൾ വായിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരികയില്ല. വായിക്കാൻ കഴിയുന്നവർ വായിക്കുന്നത് നല്ലതാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ അത്യന്തം ആനന്ദിച്ച് അതിൻ്റെ മാധുര്യം ആസ്വദിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹൗണ്ട് ഓഫ് ഹെവൻ വായിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ക്രൂസിലെ സ്നേഹം നിങ്ങൾക്ക് രുചി നോക്കാം. ഇപ്പോൾ ക്രൂസിലെ സ്നേഹം നിങ്ങളെ വേട്ടയാടുന്നത് നിങ്ങൾ കണ്ടെത്താം. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പാപം എന്നെ വേട്ടയാടുന്നല്ലോ, ദുഃഖങ്ങൾ എന്നെ വേട്ടയാടുന്നല്ലോ, ദുരിതങ്ങൾ എന്നെ വേട്ടയാടുന്നല്ലോ. നാഥ, അനേകം ശാപങ്ങൾ എന്നെ വേട്ടയാടുന്നല്ലോ, കഷ്ടപ്പാടുകൾ എന്നെ വേട്ടയാടുന്നല്ലോ, എൻ്റെ ജീവിതത്തിലെ യാതനകൾ എന്നെ വേട്ടയാടുന്നല്ലോ. എന്നാൽ എന്നെ വേട്ടയാടുന്ന സ്വർഗീയ സ്നേഹത്തെ കണ്ട് ഞാനിതാ ക്രൂശിൻ ചുവട്ടിലേക്ക് വരുന്നു. എന്നെ തന്നെ ക്രൂശിൻ ചുവട്ടിൽ ഞാനിതാ കാണിക്കയായി അർപ്പണം ചെയ്യുന്നു. എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഉടയവനെ നിന്റെ പാദപീഠത്തിൽ ഇതാ ഞാൻ വെക്കുന്നു. എന്നെ വേട്ടയാടുന്ന സ്നേഹം, ക്രൂസിലെ അദമ്യമായ സ്നേഹം, ക്രൂസിലെ അത്ഭുത സ്നേഹം, എന്നെ പിടികൂടിയ സ്നേഹം, ആ സ്നേഹത്തിനായി ആയുസ് ചെലവഴിപ്പാൻ ഇതാ ഞാൻ എന്നെ തന്നെ വേർതിരിക്കുന്നു. ഞാനിതാ സകലവും വിട്ട് നിന്റെ പിന്നാലെ വരുന്നു. നമുക്ക് ശാന്തമായി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, അൻപുള്ള രക്ഷിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അതിമനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾ വിളിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ വാത്സല്യം ഞങ്ങളെ തഴുകുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, പാപത്തിലും രോഗത്തിലും ദുഃഖത്തിലും അവശതയിലും അലയുന്നവരെ തേടി വരുന്ന ക്രൂസിലെ സ്നേഹം ഞങ്ങളെ ഇന്ന് പേര് ചൊല്ലി വിളിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കാണണമേ കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ, എല്ലാവരോടും മനസ്സലിയണമേ കർത്താവേ. ക്രൂസിലെ സ്നേഹത്തിന്റെ ദാഹം ഞങ്ങളെ വീണ്ടെടുക്കുന്നത് കണ്ട് പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാ നന്മകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭാരത്തോടിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, ദുഃഖത്തിൽ അലയുന്നവരുണ്ടല്ലോ കർത്താവേ, എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും തഴുകണമേ. എല്ലാ നന്മകളാൽ നിങ്ങളെ അലങ്കരിക്കണമേ. യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.